പ്രതാപസൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ കൃത്യം 6:30-ക്ക് അലാറം വെച്ചുണർന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. പച്ചപ്പുൽ മൈതാനത്ത് ആ മാന്ത്രിക കാലുകൾ പിടക്കുന്നത് കാണാനും അവന്റെ പതനം ആഘോഷിക്കുവാനും കാത്തിരുന്നവർ. അവരുടെ ഉള്ളിൽ അസൂയയുടെയും പരിഹാസത്തിന്റെയും ശബ്ദങ്ങളെക്കാൾ വലുതായിരുന്നു ആ പ്രതാപം കാത്തുവെച്ച വിസ്മയം. തന്നെ എഴുതിത്തള്ളിയവരുടെ മുമ്പിലേക്ക് തോൽവിയെന്ന വാക്കിന് പകരം വിജയമെന്ന ഇതിഹാസം രചിച്ചുകൊണ്ടാണ് അവൻ കടന്നു വന്നത്. പക്ഷേ ഫുട്ബോൾ മിശിഹ അവർക്കായി കരുതി വെച്ചത് മറ്റൊരു വിധിയായിരുന്നു. പരാജയത്തിന്റെ പടുക്കുയിലേക്ക് അവനെ തള്ളിയിടാൻ കാത്തിരുന്നവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ അവൻ കൊടുങ്കാറ്റായി ഉയർത്തെഴുന്നേറ്റു. ഒന്നല്ല രണ്ടല്ല, തുടർച്ചയായി 3 തവണ ആ വല കുലുങ്ങി. ഈ ലോകകപ്പിലെ തന്നെ ആദ്യത്തെ ഹാട്രിക്. അതിലൊരു ഗോൾ ഫുട്ബോൾ ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു അത്ഭുത ഗോളായിരുന്നു. ആ മാന്ത്രിക സ്പർശനത്തിൽ പന്ത് വലയിലെത്തുമ്പോൾ വിമർശകരുടെ നാവുകൾ എന്നേക്കുമായി പൂട്ടിയടക്കപ്പെടുകയാണ്. വിദ്വേഷം നിറച്ച മനസ്സുകൾക്ക് മേൽ അവൻ തീമഴയായി പെയ്തിറങ്ങി. അവിടെയും തീർന്നില്ലായിരുന്നു ആ വേട്ട. കേവലം ഒരു മത്സരത്തിലെ വിജയത്തിനപ്പുറം ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനെന്ന ആ സുവർണ നേട്ടവും ആ 10-ാം നമ്പർ കുപ്പായക്കാരൻ സ്വന്തമാക്കി. ചരിത്രത്തിന്റെ സുവർണലിപികളിൽ തൻ്റെ പേര് ഒരിക്കൽ കൂടി അവൻ കോരിയിട്ടു. മെസ്സിയെ പരിഹസിച്ചവർക്കും അവനെതിരെ തിരിഞ്ഞവർക്കും ഇതിലും വലിയ മറുപടി ഇനി അവനക്ക് നൽകാനില്ല. അവരുടെ പ്രതീക്ഷകളൊക്കെ തകർത്തുകൊണ്ട് അവൻ സിംഹാസനത്തിൽ ആടിത്തിമർക്കുകയാണ്. അതെ, ഇത് കാലം കാത്തുവെച്ച കാവ്യനിധിയാണ്. ഇത് കേവലം ഒരു കളിക്കാരന്റെ വിജയം മാത്രമല്ല, മറിച്ച് കാൽപന്ത് സർവകാല ഇതിഹാസത്തിന്റെ അനിഷേധ്യമായ തേരോട്ടമാണ്. കൂവിയാർത്തവർ പോലും കൈയടിച്ചു പോകുന്ന ഒരു ഇതിഹാസത്തിന്റെ വിസ്മയമാണ്. ഇനി എന്ത് എന്ന ചോദ്യം വരുമ്പോഴൊക്കെ ലയണൽ മെസ്സി മനുഷ്യ സാധ്യമായതെന്ന നിർവചനം തിരുത്തി കുറിച്ചിരിക്കുന്നു. 8 ബാലൺ ഡി ഓർ എന്നത് ചിന്തിക്കാനാകുമായിരുന്നു ആർക്കെങ്കിലും. മെസ്സി അതും നേടി. ലോക കിരീടമില്ലാത്ത ലോകരാജാവെന്ന പരിഹാസം 4 വർഷം മുമ്പ് അയാൾ അവസാനിപ്പിച്ചു. ഇന്ന് വീണ്ടും ചരിത്രം കുറിക്കുകയാണ്. ഇന്നത്തെ മത്സരം ഒന്ന് നോക്കൂ. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ആദ്യ താരമായി, ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി. ജർമ്മൻ ഇതിഹാസം മിറോസ്ലാവ് ക്ലോസയാണ് മെസ്സിക്കൊപ്പം ഈ റെക്കോർഡ് പങ്കിടുന്നത്. ഒടുവിൽ ലോകകപ്പിൽ ഹാട്രിക്കും നേടുന്നു. സർവം മെസ്സിമയം. 17-ാം മിനിറ്റിലെ ആദ്യ ഗോൾ മെസ്സിയുടെ ബോഡി ഗാർഡ് ഡീപോളിന്റെ അസിസ്റ്റിൽ നിന്നാണ് പിറന്നത്. ഈ ലോകകപ്പിൽ മെസ്സിയുടെ ഇടംകാൽ വരവറിയിക്കുകയാണ്. അതോടെ 5 വേൾഡ് കപ്പിൽ ഗോൾ നേടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡിനൊപ്പം എത്തി ലയണൽ മെസ്സി. 2ാമത്തെ ഗോളോടെ ബ്രസീൽ താരം റൊണാൾഡോയുടെ 15 ഗോൾ എന്ന റെക്കോർഡിനൊപ്പമാണ് അയാൾ എത്തിയത്. 76-ാം മിനിറ്റിലാണ് ചരിത്രം പിറന്നത്. 16 ലോകകപ്പ് ഗോളുകൾ. ലോകകപ്പിലെ മെസ്സിയുടെ ആദ്യ ഹാട്രിക്കും. മെസ്സിയുടെ കാലത്ത് ഫുട്ബോൾ കാണുക എന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. കളി തുടങ്ങിയിട്ടേയുള്ളൂ. ഇനിയും നിങ്ങൾ പലതും കാണാൻ കിടക്കുന്നതേയുള്ളൂ. കാരണം അയാളുടെ പേര് ലയണൽ ആന്ദ്രസ് മെസ്സി എന്നാണ്. വിശ്വവേദിയിലെ ഗോൾ വേട്ടക്കാരനാണ്. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്കൊന്നും അയാളൊരു മാന്ത്രികനാണ്. അയാളുടെ കാലത്ത് ജീവിക്കുന്നതും അയാളുടെ ഇടംകാലിന്റെ മാന്ത്രികത കണ്ടിരിക്കാനും ഭാഗ്യം ലഭിച്ചവരും എന്നും ഫുട്ബോളിനെ വാനോളം ഇഷ്ടപ്പെട്ടിട്ടേയുള്ളൂ. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? 2026 ലോകകപ്പ് ഒരു യുഗാവസാനമാണെന്ന് കരുതപ്പെടുന്ന വിശ്വ ഫുട്ബോൾ മാമാങ്കത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുക എന്നത് അയാളെ സംബന്ധിച്ച് ഒട്ടും അത്ഭുതകരമല്ല. ജീവിതം മുന്നിൽ കോരിയിട്ട സകല കനലുകളും ചവിട്ടി വന്ന കാൽപന്താട്ട ഭൂമിയിലെ മികച്ചവരിൽ മികച്ചവനാണ് അയാൾ. നാളൊരു പക്ഷേ അദ്ദേഹത്തിന്റെ പേരിലുള്ള സകല റെക്കോർഡുകളും തിരുത്തി എഴുതാൻ പുതിയ അവതാരങ്ങൾ വന്നേക്കാം. വരും, അതാണ് കാലം. എന്നാലും ഈ കാലഘട്ടത്തെ വിസ്മയിപ്പിച്ച മാന്ത്രികനാണെന്നത് കാലം എക്കാലവും ഓർമ്മിപ്പിക്കപ്പെടും. കാലം ചില തീയതികളെ ചരിത്രത്താളുകളിൽ സ്വർണ്ണലിപികളാൽ കോരിയിടാറുണ്ട്. കാൽപന്ത് കളിയുടെ മിശിഹാക്ക് അത് ജൂൺ 16 എന്ന ദിനമാണ്. വെറുമൊരു ദിവസമല്ല. ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തിന്റെ മാന്ത്രിക കാലുകൾ കാലത്തോട് സംവദിച്ച സുന്ദരമായ കാവ്യനീതിയാണ് ഈ ദിവസം. ഒരു കളിക്കാരന്റെ ജീവിതവും ഒരു തീയതിയും തമ്മിലുള്ള ഇത്രമേൽ സുന്ദരമായ പ്രണയം ഫുട്ബോൾ ലോകം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല. കൃത്യം 20 വർഷങ്ങൾക്ക് മുമ്പ് 2006 ഇതേ ജൂൺ 16 ലോകകപ്പ് വേദിയിലേക്ക് അവൻ ആദ്യമായി പിറവിയെടുക്കുന്നത്. നീളൻ മുടിയുള്ള ഒരു പയ്യൻ
വലിയ പ്രതീക്ഷകളുടെ ഭാരങ്ങളൊന്നുമില്ലാതെ ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറിയ ആ നിമിഷം. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ എതിരാളികളുടെ വലകുലുക്കി ലോകത്തോട് മുമ്പിൽ അയാൾ തന്റെ വരവറിയിച്ചപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു അതൊരു മഹാചരിത്രത്തിന്റെ തുടക്കം മാത്രമായിരുന്നു എന്ന്. ഇന്ന് 2 പതിറ്റാണ്ടുകൾക്കിപ്പുറം അതേ ജൂൺ 16 വീണ്ടും എത്തുമ്പോൾ കാലം അവന് കാത്തുവെച്ചത് മറ്റൊരു മായാജാലമാണ്. അന്ന് പിച്ച വെച്ച് തുടങ്ങിയ ആ പയ്യനിന്ന് ലോകത്തിന്റെ അനിഷേധനായ രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഫുട്ബോൾ ലോകം ശ്വാസമെടുക്കി പിടിച്ച ആ ചരിത്ര നിമിഷം. അതെ, ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന ഗോൾ വേട്ടക്കാരൻ. ആ സുവർണ നേട്ടം അവൻ സ്വന്തം പേരിൽ കുറിച്ചിട്ടിരിക്കുകയാണ്. പോരാത്തതിന് കരിയറിൽ തന്നെ ആദ്യ വേൾഡ് കപ്പ് ഹാട്രിക്കും ഈ ചരിത്ര രാത്രിയിൽ തന്നെ അവൻ തൻ്റെ പേരിൽ അലങ്കരിച്ചിരിക്കുന്നു. വിധിയുടെ എത്ര സുന്ദരമായ കാവ്യനിധിയാണിത്. 2022 ഖത്തറിന്റെ മണ്ണിൽ ലോക കിരീടത്തിൽ മുത്തമിട്ട് എല്ലാം പൂർത്തിയാക്കിയപ്പോൾ അവൻ കളി മതിയാക്കുമെന്ന് പലരും കരുതിയിട്ടുണ്ടാകാം. എന്നാൽ അവിടെ നിർത്താതെ 2026 വരെ പന്ത് തട്ടാനുള്ള തീരുമാനം എത്രത്തോളം അർത്ഥപൂർണമായിരുന്നു എന്ന് ഈ രാത്രി ലോകത്തോട് വിളിച്ചു പറയുകയാണ്. കാൽപന്ത് കളിയെ പ്രണയിക്കുന്ന ഓരോ ആരാധകനും ഇതിൽ പരം എന്ത് വിലപ്പെട്ട സമ്മാനമാണ് ആ മാന്ത്രികന് നൽകാനുള്ളത്. മനുഷ്യ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള, വിശ്വസിക്കാൻ കഴിയാത്ത വിധം അതിശയകരമായ ഒരു കരിയർ. കാലം എത്ര കഴിഞ്ഞാലും, തലമുറകൾ എത്ര മാറിയാലും, ഫുട്ബോൾ ഉള്ള കാലിടത്തോളം ഈ ജൂൺ 16 ലയണൽ മെസ്സി എന്ന നാമവും അവശേഷമായി കിടക്കും. അതെ, അയാളൊരു ഇതിഹാസമാണ്.